തരൂർ കടുത്ത അതൃപ്തിയിലാണല്ലോ സർ. മഹാപഞ്ചായത്തിൽ ഗൗനിച്ചില്ല രാഹുൽ ഗാന്ധി വന്നപ്പോൾ എന്ന് പറയുന്നു. വലിയ പോരാട്ടം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ നോക്കുമ്പോൾ കാണുന്നു തരൂർ പറയുകയാണ് പാർട്ടിയിൽ പറയാനുള്ളത് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന BJP-യിലേക്ക് വരുമെന്നുള്ള കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ശരിക്കും എന്തിനാണ് ഈ ശണ്ട ഇവിടെ നടക്കുന്നത്? ശശി തരൂര് സത്യത്തിൽ കോൺഗ്രസിലെ നേതാക്കന്മാരിൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട നേതാവാണ് തരൂര്. പലതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യക്തിപ്രഭാവം, രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, ജൻസിയും മറ്റു ചെറുപ്പക്കാരും എല്ലാവരും അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എല്ലാം കൊണ്ടും തന്നെ രാഷ്ട്രീയത്തിലുള്ള പരിചയം. എന്തിന് രാഹുൽ ഗാന്ധിയുടെ പിതാവായിരുന്ന രാജീവ് ഗാന്ധിയോടൊക്കെ വളരെ അടുപ്പമുള്ള ആളായിരുന്നു. ആ നിലയ്ക്ക് അദ്ദേഹത്തെ വളരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്, അതേ ഞാൻ പറയുള്ളൂ. പക്ഷേ റെസ്പെക്റ്റ് ചെയ്യാൻ ഒട്ടുമേ പറ്റാത്ത സ്വഭാവമാണ് രാഹുൽ ഗാന്ധിയുടെ. അത് പലപ്പോഴും എവിഡൻ്റാണ്. പല ആൾക്കാരുടെയും കാര്യത്തിൽ ലോക്സഭയിൽ പോലും അദ്ദേഹം പെരുമാറുന്ന രീതി, ഒരു ലൂസ് ടീഷർട്ട് ഇട്ട് ലോക്സഭ പോലെ സീരിയസ് ആയിട്ട് ചർച്ച നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹം പെരുമാറുന്ന രീതികളും പറയുന്ന അഭിപ്രായങ്ങളും പൊരുത്തക്കേടുകളും ഇതൊക്കെ ബാലിശമായിട്ട് പോകുന്നു. ജനങ്ങളുടെ ഇടയ്ക്ക് വളരെ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ശരിയാ, പറയാനുള്ള കാര്യം പറയാനുണ്ടെങ്കിൽ ടീഷർട്ട് ഇട്ട് വന്നാൽ പോരെ എന്നൊരു ചോദ്യമുണ്ട്. ശരിയാണ്, പറയാനുള്ളതാണെങ്കിൽ. പക്ഷേ അങ്ങനത്തെ ഒരു പക്കായിട്ടുള്ള പാർലമെൻറ്റേറിയൻ്റെ ക്വാളിറ്റി ഒന്നും അല്ലല്ലോ അദ്ദേഹത്തിൽ നിന്ന് കാണുന്നത്. മാത്രമല്ല പാർട്ടി സീനിയർ നേതാക്കന്മാരെ, അതിപ്പോൾ പാർട്ടിക്കകത്ത് ഏത് രാജകുമാരനാണെങ്കിലും ബഹുമാനിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് പല നേതാക്കന്മാരും നിൽക്കുന്നത് ഈ നെഹ്റു കുടുംബം എന്നൊരു കുടുംബം, അതിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയെ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചു വെച്ചുകൊണ്ടാണ്. എല്ലാം അവരാണ്, അവരെ അനുസരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു സൃഷ്ടിയിൽ നിന്ന്, ഇല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തിൽ നിന്ന് എപ്പോൾ ഒരു കോൺഗ്രസ് വിട്ട് വെളിയിൽ പോകണം. അത്ര ഇൻറ്റഗ്രിറ്റി അവിടെ കുറഞ്ഞു. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഹിമന്ത ബിശ്വ ശർമ്മ. രാഹുൽ ഗാന്ധിയായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തെ ബഹുമാനിക്കാത്തതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് മീറ്റിങ്ങിന് കാര്യങ്ങൾ പറയാൻ ചെന്നപ്പോൾ ഒട്ടും തന്നെ കൺസിഡർ ചെയ്തേയില്ല, ബഹുമാനിച്ചതല്ല, പരിഗണിച്ചു പോലുമില്ല. അവിടുന്ന് ഇറങ്ങിയ ഹിമന്ത നേരെ പോയത് BJP ഓഫീസിലേക്കാണ്. അതിൻ്റെ ഫലം എന്തായി? ഹിമന്ത ഇപ്പോൾ ആസാം മുഖ്യമന്ത്രിയാണ്. അയാൾക്ക് അവിടെ ഒരു പ്രശ്നമില്ല. മാത്രമല്ല ബാക്കി ചുറ്റും കിടക്കുന്ന സ്റ്റേറ്റും കൂടെ BJP-യുടെ ആവാൻ അദ്ദേഹം തന്നെ മുൻകൈ എടുത്തത്. കോൺഗ്രസിനൊന്നും നഷ്ടം ചെറുതൊന്നുമല്ല. ചുരുക്കത്തിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 10 15 വേണ്ട 5 6 ചില ശക്തരായ കോൺഗ്രസ് നേതാക്കന്മാരെ വെറുപ്പിച്ചാൽ പിന്നെ ഒരു കാലത്തും കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരില്ല. ഇതാണ് വാസ്തവം എന്നിരിക്കെ രാഹുൽ ഗാന്ധി വളരെ വഴിതെറ്റിയ രീതിക്കാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. അത് പറയാതെ അദ്ദേഹത്തിന് കാരണങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തിനെ മാത്രമേ ചിലപ്പോൾ അറിയുണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഊഹിക്കുന്ന ചില കാരണങ്ങളാവും തരൂരിനെ അങ്ങനെ കൺസിഡർ ചെയ്യണ്ട എന്നുള്ളത്. ഇപ്പം തരൂരിനെ എന്ന് ബഹുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ തരൂരിന് സംസാരിക്കാൻ അവസരം കൊടുത്തിരുന്നു എന്നൊക്കെയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് വിശകലനം ചെയ്യാം. കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു വേദി, തരൂർ വരുന്നു, സംസാരിക്കുന്നു. തരൂരിനെ സംബന്ധിച്ച് ഈ വേദി പിടിച്ച് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ ആക്കി രാജ്യം മുഴുവനോ ലോകം മുഴുവനോ തരൂരിനെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിക്ഷണറിയിൽ കാണാത്ത കടുകെട്ടിയുള്ളൊരു പുതിയ വാക്കെടുത്തങ്ങ് ഇട്ടാൽ മതി, കൂടുതലൊന്നും വേണ്ട. തരൂരിനെ സംബന്ധിച്ച് ഒരൊറ്റ വാക്കും എടുത്തിട്ടാൽ മതി. അതോടുകൂടി ഇവിടുത്തെ പത്രക്കാർ സീനിയേഴ്സ് തന്നെ ആ പദം കേട്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെയാണെങ്കിലോ ഇംഗ്ലീഷ് സാഹിത്യത്തിലെയും വൊക്കാബുലറിയിലേക്ക് ഒരു മഹാസാഗരവും കൂടിയാണ്. പുള്ളിക്ക് ഇത് കുട്ടിക്കളിയാണ്, ഒരു വാക്ക് അതങ്ങെടുത്തിരുന്നു. അത് പക്ഷേ അദ്ദേഹത്തിന് പ്രത്യേകം എടുത്തിരുന്നതല്ല, സ്വാഭാവികമായിട്ട് പുള്ളിയുടെ വായിന്ന് വന്നതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് തരൂര്. അപ്പോൾ തരൂർ ഇങ്ങനത്തെ പദം എടുത്തിട്ടാൽ അന്നത്തെ മീഡിയ മുഴുവൻ അതിൻ്റെ പുറകെ പോകും. പിന്നെ അടുത്ത ഏതാനും ദിവസം ഇതിൻ്റെ പല ചർച്ചകളുമായിരിക്കും. പിന്നെ കുറച്ച് പേർക്ക് സംശയം വരും, ആ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കിട്ട് കുത്തി പറഞ്ഞതാണോ അല്ലയോ. ചിലപ്പോൾ അങ്ങനത്തെ പരാമർശം അറിയാണ്ട് വന്നെന്ന് വരാം. അത് ഭയം ഉണ്ടാകും കോൺഗ്രസ്സിന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്ത് പറ്റും, രാഹുൽ ഗാന്ധി പിക്ചറിലേ ഇല്ലാണ്ടാവും. വാർത്ത മുഴുവൻ തരൂരായിരിക്കും. തരൂരിന് അത്രയും വാർത്താ പ്രാധാന്യം കിട്ടുന്ന ഒരു മീറ്റിംഗ് കൊച്ചി വെച്ചിട്ട് ഇല്ല കേരളത്തിൽ വെച്ചിട്ട് നടന്നു എന്നിരിക്കട്ടെ, അവിടെ വേറെ വലിയ വിഷയമുണ്ട്. അടുത്ത UDF-ൻ്റെ ഭാവി കേരള മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസ് തരൂരിനെ ഉയർത്തി കാണിക്കുകയാണ് എന്ന് ഒരു കൂട്ടം മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനം വരുന്നത് കോൺഗ്രസിൻ്റെ അടിയാണ്, രാഹുൽ ഗാന്ധിക്ക് അടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരോ ഉണ്ട് CM ആവാനായിട്ട്. അതെന്തായാലും തരൂരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണെങ്കിൽ തരൂരിനോട് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് തന്നെ തരൂർ കേരളം മുഴുവൻ യാത്ര ചെയ്ത് വടക്കൻ കേരളത്തിൽ ഒരു യാത്ര തുടങ്ങി തിരുവനന്തപുരത്തേക്ക് ചെന്ന് അതെല്ലാം നടക്കേണ്ട സമയമാണല്ലോ അല്ലേ. അധികാരത്തിലേറാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ യാത്ര കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നടത്തേണ്ട സമയമല്ലേ ഇത്.
സത്യത്തിൽ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി സാറ് പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു യാത്രയൊക്കെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് ശരിക്കും കോൺഗ്രസിന് ഗുണമല്ലേ ചെയ്യുക? കോൺഗ്രസിനും യു ഡി എഫിന് ഗുണകരമാണ്. അതിന് എന്താ കാരണം എന്ന് വെച്ചാൽ നേരത്തെ തന്നെ മുസ്ലിം ലീഗിന് താല്പര്യം ഉണ്ടായിരുന്നു തരൂര് വരുന്നതിൽ. അദ്ദേഹം 3-4 വർഷം മുമ്പ് ഒരു കേരളത്തിൽ ഒരു കുറച്ചൊരു യാത്ര നടത്തി. അതിങ്ങനത്തെ ഒരു ജനകീയ രാഷ്ട്രീയ യാത്രയല്ല, പകരം പലരെയും പോയി പലയിടത്തും കാണുന്നു. അത് കോൺഗ്രസ് നേതൃത്വത്തിന് പല അസംതൃപ്തി ഉണ്ടാക്കിയ കാര്യമാണ്. പക്ഷേ അതിന് ഭയങ്കര വാർത്താ പ്രാധാന്യം കിട്ടി. ലീഗ് നേതാക്കന്മാരെ കാണുന്നു, ബിഷപ്പുമാരെ കാണുന്നു. അപ്പോൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതെന്താണ്? അദ്ദേഹം ഒരു CM കാൻഡിഡേറ്റ് ആവുകയാണെങ്കിൽ ഇവരുടെ എല്ലാം പിന്തുണയുണ്ട്. അതിൻ്റെ ഒരു മെഗാ രൂപമായിരിക്കും വരാൻ പോണേ. തരൂരിനെ കാണാൻ തന്നെ ഒത്തിരി പേര് പലയിടത്തും വരും. അത് തന്നെ സ്ത്രീകളും ധാരാളം ഉണ്ടാവും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാർ, വിദ്യാഭ്യാസമുള്ളവർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം താല്പര്യമുള്ള ഗ്രൂപ്പാണ്. ഓപ്പൺ ആയിട്ടുള്ള റോഡ് സൈഡ് മീറ്റിംഗ് ആയാലും ക്ലോസ് ഡോർ കോൺഫറൻസ് ഹാൾ മീറ്റിംഗ്സ് ആയാലും രണ്ടിലും അതാത് ജനക്കൂട്ടം വരും അവിടെ. തരൂരിനൊരു വലിയ പിന്തുണ ഉണ്ടാക്കും. അത് അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കും. അപ്പോൾ തരൂരാണ് അവരുടെ കാൻഡിഡേറ്റ് എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊന്നും നടന്നേനെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ സാർ, ഇപ്പോ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ, ഇവർ 3 പേരാണ് പ്രധാനമായിട്ട് CM കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ. അങ്ങനെ പറയുമ്പോഴും പക്ഷെ ആ കരിഷ്മയിലേക്കാൾ, അതായത് ഇവരെക്കാളൊക്കെ കരിഷ്മ തരൂരിനില്ലേ? ഉണ്ട്. പാർട്ടി സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ചെന്നിത്തലയാണ്. വളരെ പിന്നീട് വന്ന ആളാണ് തരൂർ. അദ്ദേഹം ഒരു UN ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്ന് വന്ന ഒരു കാലമുണ്ട്. എന്നാൽ വളരെ ചെറുപ്പം തൊട്ട് ഇന്ദിരാഗാന്ധി കാലം തൊട്ട് കുടുംബമായിട്ട് അടുപ്പമുള്ള ആളും കൂടിയാണ്. അത് വേറൊരു കാര്യം. അതേസമയം ചെന്നിത്തല KSU രാഷ്ട്രീയത്തിൽ കൂടെ കയറി വന്ന ആളാണ്. ഉള്ളതിലേറ്റവും സീനിയർ പറയാതെ വയ്യല്ലോ. 1980-കൾ എന്ന് പറയുന്നത് ചെന്നിത്തല ഉയർന്നു വന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന ചെന്നിത്തലയാണ് വാസ്തവത്തിൽ സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ അതിൽ യോഗ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത് മാറ്റി നിർത്തി സീനിയോറിറ്റി നോക്കിയാൽ അത്രയും സീനിയോറിറ്റി വേണുഗോപാലിനോ അല്ലെങ്കിൽ സതീശനോ ഇല്ല. അവരൊക്കെ കമ്പാരിറ്റീവ്ലി ബേബീസാണ് ചെന്നിത്തലയുടെ മുന്നിൽ. എന്നാൽ ഈ എല്ലാം ഏറ്റവും സീനിയറെ മാത്രമല്ലല്ലോ എപ്പോഴും ഒരു പാർട്ടി പരിഗണിക്കുന്നത്. വേറെ വിധത്തിൽ, അതായത് ഇമ്പാക്റ്റ് നമ്മൾ നോക്കുന്ന എപ്പോഴും ഒരു സാധനം, ഇമ്പാക്റ്റ് എന്താണ്, ഇതുണ്ടാക്കുന്ന സമൂഹത്തിലെ പ്രതിചലനങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, എതിരാളിക്കുള്ള ആഘാതങ്ങൾ, സ്വന്തം പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ, ഇതൊക്കെ ഇത്ര ഇമ്പാക്റ്റുകൾ. അത് നോക്കുമ്പോൾ തരൂരിന് ഒരു ചാൻസ് ഒരു പടി മുന്നിൽ പറയേണ്ടി വരും. കാരണം അദ്ദേഹം നിന്നാൽ നോർമലി സമൂഹത്തിൻ്റെ ഒരു എലീറ്റ് ക്ലാസ് ഉണ്ട്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ളവർ. അക്കൂട്ടത്തിൽ ബിടെക്കുകാരുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്, എഴുത്തുകാരുണ്ട്, പ്രൊഫസർമാരുണ്ട്, അധ്യാപകരുണ്ട്, സ്കൂളും കോളേജുള്ള അധ്യാപകർ. ജനറലി കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ഉയർന്നതെന്ന് പറയണം. അങ്ങനെയുള്ളവർക്ക് ഇംഗ്ലീഷ് നിരവധി പുസ്തകങ്ങൾ എഴുതിയ, ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ വളരെ ഗംഭീരമായിട്ട് സംസാരിക്കുന്ന, അന്താരാഷ്ട്ര തലത്തിൽ പേരെടുത്ത, അതായത് ഒരു VK കൃഷ്ണമേനോൻ ടൈപ്പ് ജനറേഷനിൽ പെടുന്ന ആളെന്നുള്ള തോന്നലുള്ള ആൾ. പണ്ടത് VK കൃഷ്ണമേനോനായിരുന്നു ഈ പേരുണ്ടായിരുന്നത്. ഇന്ത്യയിലെ UN പ്രതിനിധിയൊക്കെ ആയിരുന്നു, ബ്രിട്ടനിലെ ഹൈക്കമ്മീഷനായിരുന്നു, ഇംഗ്ലീഷിലൊരു മഹാസാഗരമായിരുന്ന വ്യക്തി. അങ്ങനത്തെ ഒരു വ്യക്തിയെ പോലെ ഒരാൾ വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അതും കൃഷ്ണമേനോൻ മത്സരിച്ചതും തിരുവനന്തപുരത്താണ്, തരൂരും അവിടെ തന്നെയാണ്. തിരുവനന്തപുരം അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാരണം തിരുവനന്തപുരത്തിന് അങ്ങനെ ഒരു എലീറ്റ് കൾച്ചറുണ്ട് എന്നുള്ളതും കൂടിയാണ്. അപ്പം ആ നിലയ്ക്കൊക്കെ നോക്കുമ്പം തരൂർ യുക്തനായൊരു കാൻഡിഡേറ്റാണ്. ഞാൻ നിഷ്പക്ഷമായിട്ട് എന്നോട് ചോദിച്ചാൽ UDFന് പറ്റിയ യഥാർത്ഥ യുക്തനായ കാൻഡിഡേറ്റ് അദ്ദേഹം തന്നെയാണ്. അതിന് കാരണം തരൂർ നിന്നാൽ UDFിൻ്റെ വരവ് അവർക്ക് ഏതാണ്ട് ഉറപ്പാക്കാൻ പറ്റും. തരൂർ നിൽക്കുന്നില്ല എന്നിരിക്കട്ടെ, അത്രയും കുറയും. തരൂർ വിട്ടുപോയിരിക്കട്ടെ പാർട്ടിയിൽ നിന്ന്. 3 അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തരൂരിനെ കാൻഡിഡേറ്റ് ആക്കുന്നില്ല, പക്ഷേ പാർട്ടി നിൽക്കുന്നു. ഇനി ഇത് രണ്ടുമല്ല, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെ ഈ 3 അവസ്ഥ നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് ആക്കുന്നില്ല, പാർട്ടി നിൽക്കുന്നുള്ളെങ്കിൽ അത് ഇനി വരുന്ന കാൻഡിഡേറ്റ്, കോൺഗ്രസിൻ്റെ മറ്റ് തന്ത്രങ്ങൾ, അവർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, ബാക്കി എല്ലാ ഘടകവും UDFിൻ്റെ വിജയത്തെ സ്വാധീനിക്കും. ഇനി തരൂർ ഇപ്പോൾ പാർട്ടി വിട്ടുപോയിരിക്കട്ടെ, ഉറപ്പാണ്, ഡാം ഷുവർ UDF അധികാരത്തിൽ വരില്ല. കാരണം ഇപ്പോൾ UDFിൽ ഹോപ്പ് അർപ്പിച്ചിരിക്കുന്ന കുറേ അധികം പേർക്ക് നിരാശയുണ്ടാക്കും. അവർ തരൂർ എങ്ങോട്ട് പോകുന്നു നോക്കും. തരൂർ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമാണോ അല്ലെങ്കിൽ NDAയുടെ ഒപ്പമാണോ? ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടോ മറ്റു പാർട്ടി ജോയിൻ ചെയ്തോ അദ്ദേഹം പോവുകയാണെങ്കിൽ അങ്ങനെ പോകാൻ ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ടാവും. കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇറങ്ങി വരുന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു നിഷ്പക്ഷമായിട്ടൊരു ഒരു നിശ്ചിത % വോട്ടേഴ്സ്, ഒരു നിശ്ചിത % വിദ്യാഭ്യാസമുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ളവരുടെ ചിന്ത അദ്ദേഹത്തിനൊപ്പം ആ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകും. അത് ആഘാതമായിരിക്കും UDFന്. ഉറപ്പാണ് അങ്ങനെ വന്ന UDF അധികാരത്തിൽ വരില്ല. ഇത് UDFന് അറിയാം. അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയെങ്കിലും തരൂരിനെ ഒപ്പം നിർത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കൊടുക്കാൻ നോക്കുന്നില്ല.
തരൂരിൻ്റെ മനസ്സിൽ ഒരു മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ചോദിക്കണമല്ലോ. അദ്ദേഹം എം പി ആയിട്ടിരിക്കുക, പുള്ളിക്ക് എങ്ങനെ മുഖ്യമന്ത്രി ആവാൻ പറ്റും? മുഖ്യമന്ത്രി ആവണമെങ്കിൽ അദ്ദേഹം അസംബ്ലിയിലേക്ക് മത്സരിക്കണം, എം പി സ്ഥാനം രാജിവെച്ചിട്ടോ അല്ലാതെയോ. അങ്ങനെ ഒരു ചാൻസ് കൊടുക്കുമോ? തരൂരിന് അസംബ്ലി സീറ്റ് UDF ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാക്കാം അദ്ദേഹം അങ്ങോട്ടുള്ളത്. ഓൾറെഡി എം പി ആണ് കേട്ടോ. അങ്ങനെ ഒരാളെ അസംബ്ലി മത്സരിപ്പിക്കണമെങ്കിൽ ഒരു വലിയ സ്ഥാനം കൊടുക്കാൻ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇല്ല എന്നല്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് ഓൾറെഡി ഓപ്പണായിട്ട് പറഞ്ഞാനെ ഞങ്ങളുടെ CM കാൻഡിഡേറ്റ് അദ്ദേഹമാണ്. അങ്ങനെ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ എന്തായാലും ഉള്ള ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് തരൂരല്ല. അല്ല, അത് ഒരുപക്ഷെ KC വേണുഗോപാലാവാൻ സാധ്യതയുണ്ട്. ഇതുവരെയുള്ള പൊതുവിൽ പത്രമാധ്യമങ്ങളുടെയും ഒരു വിശകലനവും KC വേണുഗോപാലിന് രാഹുൽ ഗാന്ധിയുടെ മുകളിലുള്ള ഇൻഫ്ലുവൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് മേ ബി പ്രോബബിളി KC. പ്രോബബിളി എന്ന് ഞാൻ പറയുള്ളൂ, അദ്ദേഹം തന്നെ ആയേ പറ്റൂ, അങ്ങനെ ഉറപ്പൊന്നും പറയില്ല. പക്ഷേ സംഭവം തരൂരാണെന്ന് തോന്നില്ല. കാരണം ഈ തരൂരിന് എത്രയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു പുകഞ്ഞ കൊള്ളി പോലല്ലേ കോൺഗ്രസ് വെച്ചിരിക്കുന്ന സംശയമുണ്ട്. പലതവണ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിതമോ അപ്രഖ്യാപിതമായ അച്ചടക്കങ്ങളെ തരൂർ ലംഘിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളെ കോൺഗ്രസ് ലീഡർഷിപ്പിന് സഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പല പാർട്ടികളിലും അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഒരു ഏകാധിപത്യ നേതൃസ്ഥാനമുള്ള ഒരു ഏതൊരു പാർട്ടിയിലും സംഭവിക്കാം. കോൺഗ്രസ്സിന് ജനാധിപത്യ നേതൃസ്ഥാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സത്യം പറഞ്ഞാൽ അതിനകത്ത് ഒരു കുടുംബത്തിൻ്റെ ഏകാധിപത്യ നേതൃത്വമാണ്. അത് ഖാർഗെയുടെ തിരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. ഖാർഗെ മുകളിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈസ് ജസ്റ്റ് എസ് പ്രൈം മിനിസ്റ്റർ പേഴ്സണാണ്, അത്രേ ഉള്ളൂ. സാർ പറയുന്നതല്ല എന്ന് പറയുന്നതല്ല, മാഡം പറയുന്ന പോലെ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ഖാർഗെയിൽ നിന്ന് അതിൽ കൂടുതൽ ആരും പ്രതീക്ഷിക്കുന്നില്ല. ആ തിരഞ്ഞെടുപ്പിൽ തരൂർ നിന്നതോടുകൂടി പൂർണ്ണമായിട്ടും ആ രാഷ്ട്രീയ കുടുംബത്തിൻ്റെ ശത്രുവായിട്ട് തരൂർ മാറുന്നൊരവസ്ഥയാണ്. എന്നാൽ തരൂരിനെ എടുത്ത് വെളി കളയാൻ പറ്റില്ല. വെളി കളയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം ഒരു MP ആണ്. കോൺഗ്രസ് വെളി കളഞ്ഞാൽ അദ്ദേഹത്തിന് MP സ്ഥാനം നഷ്ടപ്പെടുകയൊന്നുമില്ല. ആ സ്ഥാനം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേരെ NDAയിലേക്ക് പോവുകയോ ഒരു കേന്ദ്രമന്ത്രി ആവുകയോ ചെയ്യാം. സത്യം പറഞ്ഞാൽ തരൂർ ചെയ്യേണ്ടതെന്നാണ് ഇത് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഹി ഷുഡ് കിറ്റ്. അദ്ദേഹം ഇറങ്ങണം, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടോ അല്ലാണ്ടോ അദ്ദേഹം ഇറങ്ങി ഹി ഷുഡ് ട്രൈ NDA. അത് എന്തുകൊണ്ട് ഞാൻ പറയണമെന്ന് ചോദിച്ചാൽ തരൂരിൻ്റെ കഴിവുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രഭാവമുണ്ട്. അത് ഈ രാജ്യത്തിന് വിനിയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ MPയെ കേന്ദ്രമന്ത്രി ആയിക്കൊണ്ട് അവർക്ക് പറ്റില്ല. അതേസമയം അദ്ദേഹം ഭരണപക്ഷത്തേക്ക് വരികയോ ഒന്നുകിൽ ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഇത് രാജിവെക്കണം, എന്നിട്ട് നിൽക്കണം, കേസ് നമ്പർ 1. അല്ല എങ്കിൽ അദ്ദേഹം എന്തായാലും കോൺഗ്രസിന് രാജിവെക്കുകയാണെങ്കിൽ ആ സീറ്റ് രാജിവെക്കേണ്ടി വരും. എങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ചുമതല BJP ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ മോഡി ഗവൺമെൻറ് പറ്റിയേക്കും. രണ്ടായാലും ഇപ്പോഴത്തെ നിലയ്ക്ക് തരൂരിൻ്റെ കഴിവുകളെ, അദ്ദേഹത്തിൻ്റെ പ്രായമേറി വരികയാണ്, 70 വയസ്സ് മുകളിൽ പ്രായമായില്ലേ. ഇങ്ങനത്തെ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള കഴിവിനെയും ഒക്കെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത്. അദ്ദേഹം ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാവുകയാണെങ്കിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. അതിനെക്കുറിച്ച് BJPക്കാരെന്ത് പറയുന്നു, BJP നേതൃത്വം എന്ത് പറയും, ഇതൊന്നും നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണ്. അദ്ദേഹം ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആയാൽ എന്താ കുഴപ്പം? അദ്ദേഹത്തെ പോലെ ആൾ ഇന്നത്തെ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭ മോഡി നയിക്കുന്നു. അദ്ദേഹത്തിന് അസാധ്യമായൊരു അന്താരാഷ്ട്ര ഒരു കരിഷ്മ ഉണ്ട്. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആരാ? ജയശങ്കർ, അമിത്ഷാ, അശ്വിനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ, ഇങ്ങനെയുള്ള ആൾക്കാരെ നോക്കുമ്പോഴത്തേക്കും പലരും ജനങ്ങൾ വളരെയധികം ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, പലരുടെ മനസ്സിൽ ഹീറോകളായിട്ടുള്ള നേതാക്കന്മാരാണ്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ജയശങ്കറിൻ്റെ ഒരു ഇത് അപ്പോൾ ഇതുപോലൊരു വേറൊരു വ്യക്തി ഇതിനു മുമ്പ് പലപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ അങ്ങനെ തിളങ്ങാൻ പറ്റിയ ആളായിട്ട് നമ്മൾ തരൂരിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ തരൂരിന് പറ്റിയൊരു ചാൻസുമായിട്ട് അത് ആഗ്രഹിച്ച് തരൂർ ഇതിലേക്ക് വന്നെങ്കിൽ അത് പിക്ചർ മാറും. അപ്പം ഇപ്പോഴത്തെ ഒരു കേന്ദ്ര ഗവൺമെൻറ് അകത്ത് ഇത്തരം 2 നെടുന്തൂണുകൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഏത് രാജ്യമായിട്ടും ചർച്ച നടത്താൻ പറ്റിയ തരൂർ അങ്ങനെ പറ്റിയ ഒരാളും കൂടിയാണ്. UN റെപ്രസെൻ്റ് ചെയ്യാനായാലും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്കായാലും അദ്ദേഹത്തിന് പറ്റുന്ന ആളാണ്. ചില സമയങ്ങളിൽ മോഡി അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉപയോഗിച്ചു, നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഒരു കഴിവുള്ള പ്രതിപക്ഷ MPയുടെ സേവനം വിനിയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ സേവനം കൂടുതൽ വിനിയോഗിക്കപ്പെടണമെന്നാണ് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് അതിനുള്ള നടപടി തരൂർ സ്വീകരിച്ചാൽ തെറ്റൊന്നുമില്ല. ബട്ട് 1 തിങ് ഐ വിൽ സേ, കോൺഗ്രസ് അദ്ദേഹത്തിന് സംസ്ഥാന നേതൃത്വത്തിൽ പദവി ഭരണതലത്തിൽ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് തരൂർ ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ ആ പ്രതീക്ഷ തെറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, 2020 NDA ചേർന്നതോടുകൂടി എറണാകുളം, തൃശ്ശൂർ 2 ജില്ലകളിലുള്ള പല അസംബ്ലി സീറ്റിലും UDF തോൽക്കാനാണ് സാധ്യത. ഇത് UDFൻ്റെ വരുന്ന ഇലക്ഷനിൽ അധികാരത്തിൽ വരാനുള്ള ചാൻസ് കുറയ്ക്കുകയാണ്. അങ്ങനെയെങ്കിൽ കണ്ടിന്യൂസ്ലി 3-ാം ടൈം
കേന്ദ്രത്തിൽ എന്ന പോലെ കേരളത്തിലും കോൺഗ്രസിന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. ഈ പ്രതിപക്ഷവും വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. സോ ബെറ്റർ അദ്ദേഹം ക്വിറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ദർ ഇസ് എ മോർ ചാൻസ്. ഒന്നുകിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ എൻ ഡി എക്കൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ ആ തിരുവനന്തപുരം സീറ്റ് അദ്ദേഹം രാജിവെച്ചിട്ട് വീണ്ടും എം പി ആയിട്ട് മത്സരിച്ച് ജയിച്ചാൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എന്തെങ്കിലും പോവാം. പല പല ചാൻസുകളുണ്ട്. ഒരു റിസ്ക് എടുക്കേണ്ടി വരും, ഇല്ലയെന്നല്ല. സ്വന്തം പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നു. ഇനി അതല്ല അദ്ദേഹം ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനമാണ്, അങ്ങനെ പ്രവൃത്തി ഒരിക്കലും ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അതൊരു ആ ഒരു കാര്യം നമ്മൾ ആദരിക്കണമല്ലോ, ഇല്ലയെന്നല്ല. രാഷ്ട്രീയ വിശകലനമൊക്കെ നടത്തുമ്പോൾ അദ്ദേഹം ഇറങ്ങിയേ പറ്റൂ എന്ന് പറയുന്നപ്പുറം അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം, അതാണ് അദ്ദേഹത്തെ മനസ്സെങ്കിൽ അതിനെ നമ്മൾ ആദരിക്കുന്നു. അദ്ദേഹം അങ്ങനെ തന്നെ പോയിക്കോട്ടെ, ഇല്ലയെന്നല്ല. സ്വന്തം കഴിവ് രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അതും ഒരു ഭരണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ആഗ്രഹവും ഈ രാജ്യത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് രണ്ടും ചേർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിഷ്ക്രിയാവസ്ഥ ഒരു സൊല്യൂഷനല്ല. അതിൽ നിന്നൊരു മാറ്റം അദ്ദേഹം ചിന്തിക്കേണ്ടി വരും, അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടി വരും.